നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. PV അൻവറിന്റെ ഗിമ്മിക്സും ഇതിനിടയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നത് MS വേണുഗോപാൽ. സ്വാഗതം. PV അൻവർ, അതുപോലെ തന്നെ നിലമ്പൂർ രാഷ്ട്രീയം. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ്. എന്തായിരിക്കും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കാൻ പോകുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാരമായ ഉപതെരഞ്ഞെടുപ്പാണ്. ഒരു വർഷം പോലും തികച്ച ഒരു MLAക്ക് ഇനി ഇരിക്കാൻ അവസരം കിട്ടുമെന്ന് സംശയമാണ് ഇലക്ഷൻ നടന്നാൽ പോലും. പക്ഷേ അതിന് അതിഭയങ്കരമായ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ പിണറായി വിജയനെ ചവിട്ടിയിട്ട് പോയ ആരും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ PV അൻവറിൻ്റെ പുറകെ ഏതൊക്കെയോ വൻ ശക്തികൾ പിടികൂടാനായിട്ട് നടപ്പുണ്ടെന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതേസമയം അദ്ദേഹത്തിന് അതുകൊണ്ട് UDF ഒരു പാളയത്തിലേക്കൊന്ന് കയറുകയും വേണം. പക്ഷെ UDF ഭയം ഈ അൻവറിനെ കൂടെ കയറ്റിയാൽ പണ്ട് ഒട്ടകത്തിനെ കൂടാരത്തി കയറ്റ പോലെ ആവുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭയത്തിലാണ് അവർ കിടന്ന് കളിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ PV അൻവർ വളരെ നിർണായകമായി നിൽക്കുകയാണ്. മാത്രമല്ല, എനിക്കൊന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കൃത്യമായി ഇനി ഒരു വർഷത്തിനകത്തേ ഉള്ളൂ. അതെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ഈ അൻവറിന്റെ ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇവിടെ UDF എടുക്കുന്ന നിലപാട്, അതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും അവരുടെ അടുത്ത നീക്കം? അവർക്ക് ശക്തമായൊരു നിലപാട് എടുത്തേ പറ്റുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇനി കൈവിടാൻ പാടില്ല. നിലമ്പൂർ 1950-കൾ മുതൽ ഏതാണ്ട് ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നതാണ്. കോട്ടയായിരുന്നു. ഒരു 2 പ്രാവശ്യം ശ്രീ കുഞ്ഞാലി, സഖാവ് കുഞ്ഞാലി മാത്രം അവിടെ നിന്ന് 62 പ്രാവശ്യം 69 വരെ അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞത് ഏതാണ്ട് കോൺഗ്രസ് കോട്ട തന്നെയായിരുന്നു. പിന്നെ 82-ൽ ഒരിക്കൽ TK ഹംസ, അതും കോൺഗ്രസ്സുകാരനായിരുന്നു, കുടമടയാളത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. LDF കൂടെയാണ് നിന്നതെങ്കിലും അദ്ദേഹം മത്സരിച്ചത് കുടമടയാളത്തിൽ സ്വതന്ത്രനായിട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊരു UDF മണ്ഡലമാണ്. പക്ഷെ അതിന് മാറ്റം വരുന്ന ഒരു സാഹചര്യം PV അൻവറിലൂടെയാണ് പ്രധാനമായും ഉണ്ടായത് 2016. അപ്പോൾ UDF സംബന്ധിച്ചോളം ഞങ്ങൾ ഇനി 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രചരണം ശ്രീ VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാക്കം കൂട്ടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂർ സീറ്റ് പിടിക്കണം. അല്ലാതെ അതിനകത്ത് MLA ഇനി 6 മാസം 1 വർഷമോ ഇരിക്കുന്നതല്ല പ്രശ്നം. PV അൻവറിനും ഒരാഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചാലേ ഈ മലബാറിലെ മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിൽ LDF ജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയൂ എന്നുള്ളതാണ്. 2016-ലും 2021-ലും ഞാൻ നിന്നതുകൊണ്ടാണ് LDF അവിടെ ജയിച്ചത്. ഞാൻ മാറിയാൽ LDF തോൽക്കും എന്ന് കാണിക്കാൻ അൻവറിനും ഒരു വ്യഗ്രതയുണ്ട്. അതെ, പക്ഷേ ഇത് സാരമായിട്ട് ബാധിക്കുന്നത് UDF അണികളിൽ തന്നെയാണ്. കാരണം ഇതുവരെയും പാർട്ടിയിലായിട്ട് ഒരു അംഗമാകാത്ത ഒരാൾ എന്തുകൊണ്ട് ഇത്ര നിർണായകമായ റോൾ, മാത്രമല്ല പ്രതിപക്ഷ നേതാവും അതുപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചർച്ച നടത്താനിരിക്കുന്നു. മാത്രമല്ല അൻവറിനെതിരെ ഒരു ആരോപണം നടത്തുന്നില്ല, എത്രയും വേഗത്തിൽ എടുക്കണമെങ്കിൽ അത് നോക്കാമെന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിനെ എത്രയും വേഗത്തിൽ UDF എത്തിക്കുക എന്നാണ് അൻവറിന്റെ ഒരു സമ്മർദ്ദ രാഷ്ട്രീയം എന്ന് പറയാം. സമ്മർദ്ദം രാഷ്ട്രീയം. ഈ തടയണ കേസിൽ പണ്ട് 2018-ല് അദ്ദേഹം തടയണ നിർമ്മിച്ച കഥ അറിയാലോ. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ തടയണ നിർമ്മിക്കുന്ന പരിപാടിയുണ്ട്. LDF വലിയ ആളായി നിന്ന് അവസാനം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പാര വയ്ക്കുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഏതാണ്ട് 2ആയി പിളർന്നുകൊണ്ട് വരുമെന്നവരെ തോന്നൽ വരുന്ന വിധത്തിൽ അദ്ദേഹം അവസാന നിമിഷം പ്രവർത്തിക്കുകയുണ്ടായി. ഈ പാർട്ടി ഇലക്ഷൻ നടക്കുന്നതോടുകൂടി ബ്രാഞ്ച് തലം മുതൽ ഇങ്ങോട്ട് പലവിധ ഭിന്നിപ്പുകൾ വരികയും ഒരു ഗ്രൂപ്പ് അൻവറിൻ്റെ കൂടെ ചേരുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ പ്രചരണം നടന്നു. അങ്ങനെ ഇരുന്നാണ് ഇദ്ദേഹത്തിനെ അവിടുന്ന് ഇറക്കി ഓടിച്ചത്. അദ്ദേഹം തന്നെ പോയതാണ്, എന്നാലും ഇറക്കി ഓടിച്ചതിന് തുല്യമാണ്. രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അദ്ദേഹം DMK എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ DMK എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്കൻ ബോർഡറിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 4-5 മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. DMK AIDMK വളരെ നാളായിട്ട് ശ്രമിക്കുന്നതാണ് കേരളത്തിൽ അത്ര ഒരു ബേസ് ഉണ്ടാക്കാൻ. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഇത് വെച്ചിട്ട് എനിക്കൊരു ഗോൾ അടിക്കാം. പക്ഷേ അത് ശ്രീ പിണറായി വിജയൻ സ്റ്റാലിനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് അവിടെ പോയി ചെക്ക് വെച്ചു. അപ്പോൾ പിന്നെ അത് നിവൃത്തിയില്ലാതെ പിന്നെ ഇവർ തമ്മിൽ അടുക്കാൻ അത്തരത്തിലൊരു ഭീഷണി വരാതിരിക്കാൻ ഇനി ആര് വേണം? മമതാ ബാനർജിയാണ്. അങ്ങനെ ഒന്നും എടുക്കാത്ത ഒരാൾ. അതിനാണ് പിന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് മമതാ ബാനർജിയെ പോയി പിടിച്ചത്. മമതാ ബാനർജി ഇന്നുവരെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം അവിടെ അങ്ങനെയൊന്നും പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുക്കില്ല.
അഭിഷേക് ബാനർജിയെ മറ്റാണ് കണ്ടത്. അവർ പാർട്ടി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനെ സ്റ്റേറ്റ് കോർഡിനേറ്ററാക്കി ഇവിടെ നല്ല നേട്ടം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വിട്ടു. മൈത്രയെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അദ്ദേഹം ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു. ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന് UDF-നകത്ത് കയറ്റി തനിക്ക് വളരാം എന്നുള്ള രാഷ്ട്രീയമായൊരു അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ അദ്ദേഹം എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. 84ഓളം നിയോജകമണ്ഡലങ്ങളിൽ പാർട്ടി രൂപീകരിച്ചു, ഘടകം രൂപീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇവിടെ തെറ്റിപ്പിരിഞ്ഞ് നിന്ന് കൊച്ചു കൊച്ചു പാർട്ടികൾ, ഈ പിന്നെ എനിക്കറിയാം ആം ആദ്മി പാർട്ടിയിലേക്കുള്ള ഒത്തിരി പേര് ഈ അൻവറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു പാർട്ടികളിലെ ഒരുപാട് പേര് ഇപ്പോൾ അൻവറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അൻവറിന് അങ്ങനെ ഒരു ശക്തി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരേ സമയം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഭയപ്പെടുന്നുണ്ട്. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതെങ്ങനെ യൂസ് ചെയ്യും. നാളെ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ അണികളെ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് അത്യാവശ്യത്തിന് വലിക്കാനും മുസ്ലിം ലീഗിൻ്റെ കുറച്ച് പേരെ വേണമെങ്കിൽ കൂടെ പിടിക്കാനും ഒക്കെയുള്ള കെൽപ്പിലേക്ക് ഇദ്ദേഹം വളരുമോ എന്നുള്ളൊരു ഭയം ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിനെ പുറത്ത് നിർത്തിയിരുന്നാൽ അപകടവുമാണ്. അതെ, ഇപ്പോൾ ഈ പാർട്ടി പ്രവേശനത്തിന് മുൻപ് തന്നെ അൻവർ ഒരു ചെക്ക് വെച്ചിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് അൻവറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് UDF-ന് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, VS ജോയി വന്നാൽ ജയിക്കുമെന്ന് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് UDF-ന് ഒരു ക്ഷീണമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, വലിയ ക്ഷീണമാണ്. അതെ, അപ്പം ആ തരത്തിൽ നേരത്തെ തന്നെ ഒരു ചെക്ക് വെച്ചതിലൂടെ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്നിട്ടും അവർ അൻവറിനെ ഭയന്ന് നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ അവർ ഭയക്കുന്നത് ഇദ്ദേഹം അപ്പുറത്ത് നിന്നാൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവും. ഇദ്ദേഹത്തിൻ്റെ കാര്യം വേറൊന്നുമില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് എതിരെന്നൊക്കെ പറയുന്നില്ലേ, ഇദ്ദേഹം ഈ തൃണമൂൽ വെച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ എനിക്ക് മറിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 26 ചിലപ്പം CPM-ഉമായിട്ട് വരെ കൂടി വന്ന് വരും. ഇദ്ദേഹം തിരിച്ചു പോയി പിണറായി വിജയനെ കണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, സന്ധിയാകാമെന്ന് പറഞ്ഞാൽ അന്നും മടിക്കാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്നിടത്ത് ചിലപ്പോൾ അതീവ സ്നേഹത്തോടു കൂടി നിൽക്കുകയും ശക്തിയായി നിൽക്കുകയും മാറിക്കഴിഞ്ഞാൽ അതീവ ശത്രുതായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ചെക്ക് വയ്ക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ തടയണയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അടവ്. ഏത് പ്രസ്ഥാനത്തിനും ഒരു തടയണ ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള സംഗതികളും കൊണ്ടുവരും. ഇതാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ ഭയപ്പെടുന്നത്. ഇദ്ദേഹത്തിനെ UDF-നകത്ത് കയറ്റിയാൽ പ്രശ്നമാകുമോ? ഒറ്റയ്ക്ക് എന്നാ വന്നാൽ ഒരു കുഴപ്പമില്ല എന്നവർ പറഞ്ഞതാണ്. ഒറ്റയ്ക്ക് വരിക, മുസ്ലിം ലീഗിൻ്റെ തന്നെ നല്ല ഒരു മണ്ഡലം തരാം, നിന്ന് ജയിപ്പിക്കാം, അങ്ങനെ പിണറായി വിജയനെതിരെ പോരാടാനൊരു ശക്തിയായിട്ട് നിങ്ങൾ ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് അല്ല പോയത്. അദ്ദേഹം വിചാരിച്ചത് തനിക്ക് തൻ്റേതായ ഒരു ബേസ് ഉണ്ടാക്കണം. ഇപ്പോൾ CPM-ൽ നിന്ന് ചാടി പോകാന്നപ്പം സ്വതന്ത്രനായി നിന്ന് ചാടി പോകുന്നപ്പോൾ ഒരു ബേസും ഇല്ലാതായിപ്പോയി. അങ്ങനെയാണ് DMK ഉണ്ടാക്കിയതും പിന്നെ തൃണമൂലൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ തൃണമൂലിലെങ്കിലും നിന്നൊരു ബേസ് ഉണ്ടാക്കണം, രാഷ്ട്രീയ ബേസ് ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിനും പിന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ചില നിലപാടുകൾ, മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ആണ് ഇന്ത്യ മുന്നണിയിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ചെക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ ഒരാളായിട്ട് ഇവിടെ വന്ന് ഈ കോൺഗ്രസ്സിന് വല്ലതും പച്ചപിടിച്ച് കിട്ടുന്ന ഏതാണ്ട് 10-14 സീറ്റ് ഷുവറായിട്ട് എക്കാലവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരാൾ വളർന്നു വരുന്നതും അവർക്കും ഒരു ഭയമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിഷമഘട്ടത്തിലാണെന്ന് പറയാം. ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കാനും പറ്റില്ല, ഇപ്പം അതുപോലെ തന്നെ PV അൻവറിനെ തള്ളിക്കളയാനും പറ്റില്ല. അപ്പോൾ ഈ നിർണായക സമയത്ത് അവർ എന്ത് തീരുമാനമെടുക്കണം? കാരണം നേരത്തെ തന്നെ രാഷ്ട്രീയ എതിരാളിയായിട്ടാണ് PV അൻവർ കാണുന്നത്. അപ്പം ഈ ഒരു സമ്മർദ്ദ ഘട്ടത്തെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകണം? ഒരാൾ എന്തായാലും പിണങ്ങിയാൽ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് നേരെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിനൊപ്പം തന്നെ പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും രാഷ്ട്രീയമാണ്. നേരത്തെ PV അൻവർ പറഞ്ഞതാണ്, ഒരിക്കലും എന്ത് വന്നാലും ഈ ഒരു ഇടത് പാർട്ടി ഇവിടെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ ആളാണ്. അതൊരു രാഷ്ട്രീയമായിട്ട് ആര്യാടൻ ഷൗക്കത്ത്. അതെ, അപ്പം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷമഘട്ടത്തെ കോൺഗ്രസ് എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? കാരണം അവരുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്തിയേ പറ്റുള്ളൂ. അതിനായിട്ട് അവരുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങളെയൊക്കെ അതിജീവിക്കാൻ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ഒക്കെ പെരുമാറാൻ വളരെ മിടുക്കനാണ് AP അനിൽകുമാർ. അദ്ദേഹം വളരെ തവണ MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ അവർ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതിയിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഈ അൻവറിനെ പൂട്ടാനായിട്ട് നിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ സംയമനവും സഹവർത്തിത്വവും സഹകരണവും കൊണ്ട് ഇദ്ദേഹം മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്പിലും വില്ലും അടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന വിധത്തിൽ VS ജോയിയെ പൊക്കിക്കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ VS ജോയി അവിടെ വരുമ്പം ആര്യാടൻ ഷൗക്കത്തിന് ക്ഷീണം വരിക.
എന്തായാലും അൻവറിൻ്റെ ഒരു ഉദ്ദേശം ഈ നിലമ്പൂർ ഞാൻ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ്. അൻവർ അവിടെ MLA ആയില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ അവിടെ നിർത്തുക, അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒന്ന് കളിക്കുക. അപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്ത് വന്നാൽ അത്ര കളി നടക്കില്ല. ആര്യാടൻ ഷൗക്കത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗുണമാണ്. ഒന്ന്, കോൺഗ്രസ്സിന് ഈ മലബാറിൽ ഒരു നേതാവ്, ഒരു മുസ്ലിം നേതാവ് വളരെ അത്യാവശ്യമാണ്. കോൺഗ്രസ്സിന് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോൾ. കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മലപ്പുറത്ത് ഒരു നല്ല ബേസ് ഉള്ള ഒരു മുസ്ലിം നേതാവ് അത്യാവശ്യമാണ്. അത് ആര്യാടൻ മുഹമ്മദാണ്. 1950 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം 2022 വരെ 2022 വരെ അദ്ദേഹമാണ് ഇതിലിങ്ങനെ നിറഞ്ഞു നിന്നത്. അതിൻ്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. വാപ്പാടെ അതേ ബേസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്, സ്നേഹബന്ധമുണ്ട്. കാരണം 70 വർഷത്തെ സാധാരണക്കാരൻ്റെ ബന്ധം ആര്യാടൻ മുഹമ്മദുമായുണ്ട്. അതിൻ്റെ ഒരു റിപ്ലിക്കയായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ നിൽക്കാൻ കഴിയും. ഒരു പക്ഷേ അദ്ദേഹം അവിടെ ഒരു തവണ MLA ആയാൽ മതി, പിന്നീട് ആ മണ്ഡലം പിടിച്ചടക്കാൻ കഴിവുള്ളൊരു വ്യക്തിത്വമായി മാറും. പക്ഷെ നേരത്തെ ഒരു തോറ്റൊരു ചരിത്രമുള്ളത് അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അന്ന് ഈ അൻവർ എന്ന് പറഞ്ഞ ഒരു ഘടകം അവിടെ വന്നുപോയി. അപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കുറേ വോട്ടുകൾ അൻവറിന് നേടാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവിടെ ഈ BDJS വന്ന് 12,259 വോട്ട് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ 2016 ഇലക്ഷനിൽ. അതാണ് അവിടെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു പരാജയ ഘടകമായിട്ട് വന്നത്. അല്ല, 2011 2021 2016 അതുപോലെ തന്നെ 8,000 ചിലോന വോട്ട് അവിടെ പിടിക്കുകയുണ്ടായി. അപ്പോൾ ഈ രണ്ട് തവണയും വന്ന ഈ വോട്ട് മാറ്റം ശരിക്ക് പിന്നെ അവിടെ UDFന് ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ യഥാർത്ഥ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഫോക്കസ് ഒന്ന് മാറ്റിപ്പിടിക്കുക, അൻവറിൻ്റെ ഈ കളിയൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ഈ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി എന്നതിന് പകരം വേറൊരു ഫിഗറും കൂടെ കൊണ്ടിട്ടിട്ട്, 1-2 ഫിഗറുകൾ അവിടെ കൊണ്ടിട്ടിട്ട് ഇതിൽ നിന്ന് ഫോക്കസ് മാറ്റുക എന്നൊരു ശ്രമവും അവർ നടത്തുന്നുണ്ട്. അതിനാണ് ആലിപ്പറ്റ ജമീല എന്ന് പറയുന്ന അവിടുത്തെ വർഷങ്ങളായി പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന വണ്ടൂർ ഒരിക്കലായിരുന്നു, നിലമ്പൂരായിരുന്നു. അപ്പം വണ്ടൂരും നിലമ്പൂരും ഒക്കെ നല്ല സ്വാധീനമുള്ള ആളിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആ ഒരു രീതിയിലേക്ക് ഒരു ഫോക്കസ് മാറ്റിയാലോ എന്ന്. പിന്നെ ഇപ്പോൾ കേൾക്കുന്നു നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്ന നൗഷാദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചും ഒക്കെ. അങ്ങനെ ഫോക്കസ് ഒന്ന് മാറ്റി പിടിക്കാനും കോൺഗ്രസ് ഒരു തന്ത്രം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ഫൈറ്റിൽ PV അൻവറിനെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിക്കും എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ യഥാർത്ഥ വിവരം അറിയാൻ പറ്റും. നാളെ അവർ ഒരു നല്ല തീരുമാനം എടുക്കും ഇതിനെ സംബന്ധിച്ച്. ഇപ്പോൾ നമുക്ക് അൻവറിനെ ചെറുതായിട്ടൊന്ന് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ, ഇപ്പം ഏതാണ്ട് ഉറപ്പായി കഴിയുമെന്ന് പറയെങ്കിൽ പോലും കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷനായിട്ട് അൻവർ തന്നെ സ്ഥാനാർത്ഥിയെ അവിടെ ചിലപ്പോൾ സ്വതന്ത്രമായി ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പാർട്ടി ബേസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഗ്രൗണ്ട് സപ്പോർട്ട് അൻവറിന് ഒരു പക്ഷേ കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിലമ്പൂർ ഇപ്പോഴത്തെ ഒരു പരിഗണന വെച്ച് മുൻ MLA കൂടി ആയ സ്ഥിതിക്ക് അങ്ങനെ വരുമ്പോൾ അത് ഒരു ചരിത്രപരമായ ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാരണം സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം പാർട്ടി സ്വീകരിച്ചില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നു, അൻവർ തന്നെ ചിലപ്പോൾ നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ വന്നാൽ നിലമ്പൂർ എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ പോകുന്നത്? അൻവർ ഇപ്പോൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറയുന്നത് എങ്ങനെയും ഇപ്പോൾ ഇടത് കോട്ടയെ വിഷമിപ്പിക്കുക എന്നൊരു നയം കൂടി അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. വിഷമിപ്പിക്കുക, അതായത് പിണറായി സർക്കാരിനോട് ഇപ്പോൾ എതിർത്ത് നിന്ന് ജയിക്കുക എന്നത് കോൺഗ്രസിനേക്കാൾ ആവശ്യം അൻവറിനാണ്. അതുകൊണ്ട് ഇടതിനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് നിർബന്ധമുള്ള അൻവർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും അതിൽ തെറ്റില്ല എന്നല്ലേ പറയാനുള്ളൂ. അതെ. അല്ല, ഇത് പറയുന്നത് അവിടെ ഈ നിലമ്പൂർ അതീവ സംരക്ഷണം ആഗ്രഹിക്കുന്ന 2 പേരാണുള്ളത്. ഒന്ന്, അവിടുത്തെ വലിയ കിന്നരി പരുന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻഡേഞ്ചേർഡ് സ്പീഷിയാണ്. അതിനെ ഫോറസ്റ്റുകാർ സംരക്ഷിച്ചോളും. പിന്നെ രാഷ്ട്രീയത്തിൽ അതീവ സംരക്ഷണം ഇപ്പോൾ ആവശ്യമുള്ളത് അൻവറിനാണ്. അൻവറിനെ UDF സംരക്ഷിച്ചില്ലെങ്കിൽ അൻവറിന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ LDF പോയി കാൽക്ക് വേണ്ടി വരും. അത് എത്രത്തോളം ഫലിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചുള്ളത് വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അൻവറിന് വിജയിക്കണം. ഒന്നുകിൽ UDFനെ ജയിപ്പിച്ച് വിജയിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമാണ് അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തുമെന്ന്. ഇതൊരു വെല്ലുവിളിയായിട്ട് UDFിൽ കടന്നുകൂടാനുള്ളൊരു തന്ത്രമായിട്ടാണ് നമുക്ക് വീക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പം നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ചിലപ്പോൾ അൻവറിന് കഴിഞ്ഞു. കാരണം ഇപ്പം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ നിർത്തുകയാണ്, ജോയിയല്ല, അതുപോലെ തന്നെ നല്ലൊരു പള്ളിയുടെ പിന്തുണയുള്ളൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുകയും SDPIക്ക് അവിടെ 5000-ഓളം വോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2500-2600 വോട്ടൊക്കെ അവർ മുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5000 വോട്ട് വരെ ഉണ്ടെന്ന്. അപ്പോൾ SDPIയുടെ പിന്തുണയും കൂടെ ഒക്കെ നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അൻവർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് 10-15,000 വോട്ട് കിട്ടിയാൽ UDFന് അത് ക്ഷീണമാകും. ഇപ്പോൾ
പ്രിയങ്കയുടെ ഇലക്ഷന് 66,000 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്ന മണ്ഡലമാണ് ഇപ്പോൾ ഇത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധി 66,000 വോട്ട് നേടിയ സ്ഥലമാണ് ഭൂരിപക്ഷം. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ പിന്നെ UDF തോറ്റാൽ അത് അവർക്ക് വലിയ ക്ഷീണമാവും. അപ്പോൾ ഈ അൻവറിനെ എങ്ങനെ മെരുക്കിക്കൊണ്ട് വരണം എന്നുള്ളത് കോൺഗ്രസ്സിന് ഒരു വലിയ വെല്ലുവിളിയാണ്, മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ഒരു ആവശ്യവുമാണ്. പക്ഷേ എന്നാൽ ഇത് കൂടാരത്തിനകത്ത് കയറ്റിയാൽ ഈ ഒട്ടകം മറ്റുള്ളവരെ പുറത്താക്കുമോ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ അദ്ദേഹം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ അണികളെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ശക്തിയാകാൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ട്. അത് ദേശീയ കോൺഗ്രസിനും സ്റ്റേറ്റ് കോൺഗ്രസിനും ഗുണകരമല്ല എന്നും UDFന് മൊത്തത്തിൽ അത് അവതാളത്തിലാക്കുമെന്നുള്ളൊരു ചിന്തയാണ് ഈ അൻവർ എന്ന ഈ പൂഴിക്കടകനെ എങ്ങനെ പിടിച്ചു കെട്ടുമെന്നുള്ളത് കാണേണ്ടത്. അങ്ങ് പറയുന്ന പോലെ ഒരു പക്ഷേ അൻവറിന് ഇപ്പോൾ UDFൽ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ കാൽക്കൽ വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉടനെ അല്ല, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ വരുന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബാഡ്ജും കൊണ്ട് കയറിയാൽ അവർ സ്വീകരിക്കാൻ ചാൻസ് അത് ചിലപ്പോൾ നടന്നുകൂടായില്ല. കാരണം എന്തറിയാമോ, തൃണമൂൽ കോൺഗ്രസിന്റെ ബാഡ്ജ് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകൾ, പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം വോട്ടുകൾ കുറേ കൂടുതൽ കിട്ടണമെന്ന് CPM ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കളി കളിക്കാം, മമതാ ബാനർജി വരെ ചിലപ്പോൾ ഇവിടെ പ്രചരണത്തിന് വരും മെയിൻ ഇലക്ഷൻ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ടായിക്കൊണ്ട് UDFനകത്തോ പുറത്തോ ഒക്കെ നിന്നാലും ഒരു വിലസാണ്. 2026 എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം 3-ാം ഊഴം എന്നത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു ടേമും കൂടെ ഭരിച്ച് ഇവിടെ ഒരു റെക്കോർഡ് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ലക്ഷ്യത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പം അതിനുവേണ്ടി അൻവർ ഇത്തരത്തിലൊരു തൃണമൂൽ എന്നൊരു ഭയങ്കര സാധനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ, അത്ര ഭയങ്കരമൊന്നും ആയില്ലെങ്കിലും കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേരും മുസ്ലിം ലീഗിൽ നിന്ന് കുറച്ച് പേരും ഞാൻ കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം കൊടുത്താൽ CPMൻ്റെ വിരോധം സ്നേഹമായി അൻവറിനെ ആശ്ലേഷിച്ചുകൂടായികയുമില്ല. അതെ. അപ്പോൾ അൻവറിൻ്റെ ചിന്തകൾ ഇനി എങ്ങോട്ട് പോകും? നാളത്തെ കോൺഗ്രസ് തീരുമാനങ്ങൾ, അതായത് നാളെ നിർണായകമായ മീറ്റിംഗ് എല്ലാം നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ നിർണായകമായ ഒരു തീരുമാനമുണ്ടാവുക. അൻവർ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും നിലമ്പൂരിനെ സ്വാധീനിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം.